വേണ്ട, എഴുന്നേക്കണ്ട. നീ ചൂടായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തേ. അതേ എഴുന്നേറ്റിരിക്കണ്ടല്ലോ. നിങ്ങൾ കുടിക്കും. ആരാന്ന് പറഞ്ഞ ബോധം വീണിട്ടല്ലേ ഉള്ളൂ. എന്താ ഉണ്ടായത്? എവിടെയാളുടെ ദേശം? ചോദിക്കണം മനസ്സിലാകാനിട്ടായിരിക്കോ? അണ്ണാജി ഊരെങ്കേ ഊരി ഊരി വടക്ക വടക്കെന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യ. എന്താ പണി? അപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലേ? വയറ് കഴിഞ്ഞപ്പോ വല്ല പിടിച്ചുപറി നടത്തിക്കാനും അങ്ങനെ നാട്ടുകാരിട്ട് പണിതാ ഈ പണി. വേലോട്ടാ എഴുന്നേക്കണ്ട, ചൂടാറുമ്പോ അങ്ങോട്ട് കഴിക്കേ. അയാൾ കുറച്ചു നേരം കിടക്കട്ടെ, വിസ്തരിക്കലൊക്കെ നമുക്ക് പിന്നീട്. ശരിയാ അല്ലടാ വാല. ഞാൻ പന്നീര് ഷാപ്പിൽ കറിക്കച്ചവടം ചെയ്യുമ്പോ ചേട്ടാ എന്തെങ്കിലും ഒരു പണി എന്ന് പറഞ്ഞു വന്ന ഒരു ചെക്കൻ കണ്ടപ്പോ സാധു. എനിക്കാണെങ്കിൽ മാർക്കറ്റിൽ പോകാൻ ഒരാളും വേണം. നത്തോലി പോലെ ഇരുന്ന ചെക്കൻ ഷാപ്പിൽ ഇറച്ചി മീനൊക്കെ തിന്നിട്ട് പന്നിക്കുഞ്ഞു പോലെ ആയി. അവസാനം ഷാപ്പ് മാനേജറുടെ മോളി അടിച്ചെടുത്തോണ്ട് അവൻ അങ്ങോട്ട് മുങ്ങി. ദേ ഇപ്പോഴും പോയിട്ടില്ല. ആ കേസിന്റെ ഒരു നാറ്റം. ഭരതാ, ആരാ എന്താന്നറിയാതെ സഹായിക്കാൻ നിന്നാലേ. ഇതാരോട് പറയാൻ എന്റെ ചന്ദ്ര? എത്ര പറഞ്ഞാലും തലേ കയറുള്ളൂ വെച്ചാല് കൊച്ചു കുഞ്ഞൊന്നല്ലോ ശാസിച്ച് നേരെയാക്കാൻ. കൊച്ചു കുഞ്ഞായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു വേലോട്ട് എനിക്ക്. അതുകൊണ്ട് തന്നെയാ നിങ്ങളൊക്കെ എതിർത്തിട്ടും ഞാൻ അവനെ ഒഴിവാക്കാത്തത്. ഏതോ ഉത്സവപ്പറമ്പിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്ന പീറ ചെറുക്കനെ വേലുവേട്ടം പിടിച്ച് ആളാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ സ്ഥിതി എന്താവുമായിരുന്നു? ജനിച്ചു പോയില്ലേ, ജീവിക്കാതിരിക്കാൻ പറ്റുമോ എല്ലാവർക്കും? അതും ശരിയാ. ഒരു കാലത്ത് ആരോരും ഇല്ലാത്തവനായി വളർന്നു എന്ന് വെച്ചേ കാണുന്നവരോട് മുഴുവൻ കാരുണ്യം വേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ശരിയെന്താ, അപ്പൊ നാളെ കാണാം. വേലുവേട്ട ഞാനങ്ങോട്ട് ഇറങ്ങാം, അവളോട് കാത്തിരിപ്പുണ്ടാവും. എന്നാ അങ്ങനെ ആവട്ടെ, അതിഥിയുള്ള സ്ഥിതിക്ക് നേരം കളയണ്ട. അവന്മാര് പുറപ്പെട്ടൊന്ന് വിളിച്ചു വെക്കടാ. പരിധിക്ക് പുറത്താണെന്ന്. അപ്പൊ ഷാപ്പിൽ കയറി കാണും. ഇവന്മാരെന്തിനാ പരിധി വിട്ട് കുടിക്കാൻ പോണത്? അവനോട് പരിധി കഴിച്ചാ പോരെ? റേഞ്ചില്ലേ? ബിലീവ് മീ ഇൻസ്പെക്ടർ, നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ അയാളെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടൊന്നുമില്ല. അയാളുടെ കേസ് ഹിസ്റ്ററി ഏറെക്കുറെ താങ്കൾക്കും അറിയാവുന്നല്ലേ. ഒരു ഡേഞ്ചറസ് സൈക്കോപാത്താണ് അയാൾ. ഇര വീണാലേ ആ മനസ്സിന്റെ പുതിയടങ്ങും. ഏത് നിമിഷവും എവിടെയും അത് സംഭവിക്കാം. എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ. ഓഹ് മൈ ഗോഡ്. ഈടായിട്ട് എന്താന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു അങ്കലാപ്പ. കണ്ണും കാതും നെഞ്ചിടിപ്പൊക്കെ നിർത്തി കളയുന്ന കഥനക്കെട്ടിന് കറ്റത്തിരി കൊടുത്തുമ്പോ ഞാൻ ഓർക്കും, നിന്നു പോകുന്ന ഈ നെഞ്ചിടിപ്പ് അങ്ങനെ തന്നെ അങ്ങ് നിന്നു പോയാലൊന്ന്. എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? തീക്ക് നടുവിൽ അങ്ങനെ നിൽക്കുമ്പോ നിന്റെയും ഈ പെൺകൊച്ചുങ്ങളുടെ മുഖം തെളിയും. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ ആരോരും ഇല്ലാത്ത നിങ്ങള് ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ എന്താ ഉണ്ടായേ? കുടിച്ചതുകൊണ്ടാണോ? സന്തോഷ ഭരതേട്ട, എനിക്ക് ജീവിതം ദൈവം തന്ന സ്വർഗ. ഭരതേട്ടനും എന്റെ ഈ മക്കളും. പേരിനും പെരുമയ്ക്കും ഒന്നും ആയുസ് നീട്ടിത്തരാനൊക്കെ ഇല്ലല്ലോ. ഒരു നുള്ളു തീപ്പൊരിക്ക് നിശ്ചയിക്കാവുന്ന ആയുസേ എനിക്കൊക്കെ ഉള്ളൂ. ഭരതേട്ടൻ പോയ കുട്ടികളെ തനിച്ചാക്കി ഞാനും വരും, ഉറപ്പാ. എല്ലാവരും കൂടി പോകാൻ ഇതെന്താ ടൂറാ? ചായ. നിങ്ങളിത് ഇത്ര നേരം അവിടെ പോയി കിടക്കായിരുന്നു? ഈ ജാമ്പോന്റെ കാലത്തുള്ള വണ്ടി ഓടിയെത്തണ്ടേ?
നോക്കി നിക്കണ്ട, തന്നാലാവുന്ന ചെയ്തോ. അതെ, മറ്റുള്ള കനാകുളം പണി പോലെ വെടിക്കെട്ട് സൂക്ഷിച്ചില്ലെങ്കിലേ കൈ ദേ ഇങ്ങനെ ഇരിക്കും. വടക്കഞ്ചേരി പൂരത്തിന് ചെറിയൊരു ടൈമിങ് തെറ്റി. ആ ഇപ്പൊ കയ്യല്ലേ പോയുള്ളൂ, കഷ്ടകാലത്ത് തലവെല്ലം പോയാലോ? ജീവിച്ചിട്ട് വല്ല കാര്യണ്ടാ? ഒന്ന് തൂങ്ങിച്ചാവുമ്പോഴും പറ്റുമോ? അതെ. ചിരിച്ച സമയം കളണ്ട് വേഗം ഇറക്കടാ, അല്ലെങ്കിൽ ദേവൂട്ടി ഇങ്ങോട്ട് എത്തും കലി ഇളകിയിട്ട്. അവളെ അമ്മ വീട്ടിൽ കൊണ്ടുപോകാന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നതേ. അവള് കലിയെടുത്ത് വാ തുറന്നാലേ പൂരക്കെട്ടും കാര്യമല്ല. കെട്ടുന്നോ അനുഭവിക്കും, വരച്ച വരലെടുത്തു അവള്. അതൊക്കെ ശരിയാ, സൂക്ഷിച്ചിറക്കടാ. മോളെ ജയടുത്തി എന്തേ? അമ്മേ ദേ ദേവടുത്തി. ഇരുന്നിട്ട് ഇരിപ്പൊറിക്കാൻ അച്ഛനെ തേടി എത്തിയല്ലോ. നാളെ അമ്മയുടെ ശ്രാദ്ധ. തിരക്കിനിടയിൽ അച്ഛനത് മറക്കും, പിന്നെ സമയത്ത് എത്തിയുണ്ടാവില്ല. അല്ല, ചേച്ചിക്ക് കാവലിന് പുതിയൊരു ആങ്ങളച്ചക്കനെ കിട്ടിയെന്ന് പറഞ്ഞു. ചെക്കനോ? അതാ ആള്. നിനക്ക് ഒത്തൊരു ചെക്കനാ. ഒന്ന് പോ ചേച്ചി. അല്ല, ഉള്ളത് പറയാലോ, അവൻ പണി ചെയ്യണ കാണാൻ തന്നെ ഒരു വർക്കത്താ. ഓ ദേ വന്നൂല്ലോ മുതലാളി. എന്റെ മരുമോനായതുകൊണ്ട് ഗുണം പറയാന്ന് വിചാരിക്കല്ലേ. ദേ ഇപ്പൊ ലീവ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ടാവുന്നുള്ളത് തിരുമനസ്സൊന്ന് തുറക്കുക. വീട് വേലോട്ടെ. അല്ല അതെ, നീ ഒരുത്തരാണ്ടോ ഭരത ഇവന് വളം വെച്ച് കൊടുക്കണത്. ഞാൻ പറഞ്ഞാ കുറച്ച് ഏറിപ്പോകും. ചേട്ടാ കാലം കുറെ ആയില്ല നീ മരുന്ന് കൂട്ടി കിടന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ഒരു ഓലപ്പടക്കം അത് മടയാൻ നിനക്കറിയോടാ? വലിപ്പം മാത്രം പോരടാ, തലക്കകത്ത് എന്തെങ്കിലും വേണം. പോടാ പോടാ. ആ പുതിയ സ്റ്റാഫാ, ഇന്നലെ പുഴക്കരയെന്ന് ജോയിൻ ചെയ്തു. ആ ഞാൻ അപ്പോയിന്റ്മെന്റ് കൊടുത്തു. കണ്ണൂര് വീട് വെറുപ്പായിരുന്നു പണി. ആ നിങ്ങൾ സംസാരിച്ചിട്ട് എനിക്ക് ഇപ്പൊ മൊബൈൽ തലയിൽ വെച്ചാൽ റേഞ്ച് കിട്ടുന്നില്ല. ഞാനൊന്ന് മൊബൈൽ ഓഫീസർ പോയിക്കോട്ടെ. പേരെന്താന്നാ പറഞ്ഞേ? ശിവൻ. ശിവൻ.